ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എൻ്റെ വചനത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ എന്ന് ദൈവനാമത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ അതിമഹത്തായ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി സ്വർഗം മാനിക്കട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത നാം പോകേണ്ടുന്ന വഴിയെ നടത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നാം പോകുന്ന വഴികൾ നമുക്ക് അടയപ്പെട്ട സാഹചര്യങ്ങൾ നേരിടാറുണ്ട്. പല യാത്രകളിലും നാം പോകുമ്പോൾ നാം പോകുന്ന കാര്യങ്ങൾ മുടക്കം സംഭവിച്ച് മടങ്ങി വരുന്ന സാഹചര്യങ്ങളുണ്ട്. പല യാത്രകളും നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ട് മടങ്ങി വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവം വചനത്തിൽ കൂടി വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. നാം പോകേണ്ടുന്ന വഴി കർത്താവ് നമുക്ക് ഉപദേശിച്ച് നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നാം മുന്നോട്ട് യാത്ര ചെയ്യുന്നു എങ്കിൽ നമ്മുടെ വഴികൾ പരാജയപ്പെടുവാൻ, നമ്മുടെ യാത്രകൾ പരാജയപ്പെടുവാൻ, നാം ഏത് വിഷയത്തിനു വേണ്ടി കടന്നു പോകുന്നുവോ ആ വിഷയം പരാജയപ്പെടുവാൻ അനുവദിക്കാതെ ഈ യാത്രകളെ സഫലമാക്കി മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഇന്ന് രാത്രികാലം തിരുവചന മർമ്മത്തിൽ കൂടി നാം മനസ്സിലാക്കുവാനിടയായി തീരണം എന്ന ഓർമ്മിപ്പിക്കുക. അതിനാധാരമായിട്ട് ഒരു വാക്യത്തെ വായിക്കുന്നു. യെശയ്യാ പ്രവാചന പുസ്തകം 48 അധ്യായം അതിന്റെ 17 വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. ദൈവാത്മാവോട് വെളിപ്പെടുത്തുകയാണ്, അവൻ നിന്നെ നല്ല നിലയിൽ എത്തുവാൻ ദൈവാത്മാവ് അഭ്യസിപ്പിക്കും. അഭ്യസിപ്പിക്കുക എന്ന് പറയുമ്പോൾ പഠിപ്പിച്ച് നല്ല വഴിയിൽ നടത്തുന്ന സർവശക്തനായ ദൈവം ഞാനല്ലയോ എന്ന് ദൈവാത്മാവ് ചോദിക്കുന്നു. പലപ്പോഴും നമ്മുടെ യാത്രകൾക്ക് മനുഷ്യന്റെ ആലോചനകളാണ് നമ്മൾ ചോദിക്കാറുള്ളത്. നാം സ്നേഹിക്കുന്നവരുടെ ആലോചനകൾ നാം ചോദിക്കാറുണ്ട്. അതിന് ഉദാഹരണം നാം പറയാം. നമുക്കറിയാത്ത വഴികൾ യാത്ര ചെയ്യാൻ നാം തുടങ്ങുമ്പോൾ പലപ്പോഴും ഗൂഗിളിനോട് നാം വഴി ചോദിക്കാറുണ്ട്. പലപ്പോഴും ഗൂഗിൾ നമ്മെ വഴി തെറ്റിച്ച് വല്ല പുഴയിലോ വയലിലോ മറ്റേതെങ്കിലും വിജനമായ സ്ഥലത്തോ പലപ്പോഴും നമ്മെ കൊണ്ടെത്തിക്കാറുണ്ട്. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യന്റെ ആലോചനയ്ക്ക് നാം ചെവി കൊടുത്ത് മനുഷ്യന്റെ ആലോചന ചോദിച്ച് നാം മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ വഴികൾ തടസ്സപ്പെടാറുണ്ട്. നാം പോകുന്ന കാര്യങ്ങൾ പലപ്പോഴും നടക്കാതെ പരാജിതരായി മടങ്ങി വരാറുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവം അവിടെ വചനത്തിൽ കൂടി പറയുന്നത്, കർത്താവ് നമ്മെ പഠിപ്പിക്കും, ആലോചന പറഞ്ഞു തരും. ആ ആലോചനയ്ക്ക് നാം ചെവി കൊടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നു എങ്കിൽ നമ്മുടെ ഏത് യാത്രയാണോ, ഏത് വിഷയത്തിനാണോ നാം മുന്നോട്ട് കടന്നു പോകുന്നത്, ആ വിഷയത്തെ ദൈവം നിറവേറ്റി തരുവാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീരും. നിനക്ക് പ്രയോജനമുള്ളത് ഉപദേശിക്കുകയും നീ പോകേണ്ടുന്ന വഴി നിന്നെ നടത്തുകയും ചെയ്യുന്ന യഹോവയെന്നാണ് പറയുന്നത്. അവനോട് കാണാൻ കഴിയും, നിനക്ക് പ്രയോജനമുള്ളത് ഉപദേശിക്കും, നിനക്ക് പ്രയോജനമുള്ളത് ദൈവാത്മാവ് പറഞ്ഞു തരുവാനിടയായിത്തീരും. നല്ല കാര്യങ്ങൾ ദൈവാത്മാവ് പറഞ്ഞു തരുവാനിടയായിത്തീരും. അതുകൊണ്ട് മനുഷ്യന്റെ ആലോചനയ്ക്ക് നാം ചെവി കൊടുക്കരുത്.
പലപ്പോഴും നമ്മൾ മനുഷ്യന്റെ ആലോചനയ്ക്കാണ് ചെവി കൊടുക്കാറുള്ളത്. ആ മനുഷ്യന്റെ ആലോചന പലപ്പോഴും നമ്മെ അവതാളത്തിലെത്തിക്കുവാനിടയായി തീരും. നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ, അത് സർവശക്തനായ ദൈവത്തിൽ ആലോചന ചോദിക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ, പ്രഭാതം ഒരവസരം ദൈവാത്മാവ് എഴുന്നേൽക്കാൻ തരുന്നു എങ്കിൽ, ദൈവത്തോട് നീ ആലോചന ചോദിച്ച് എഴുന്നേൽക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, കർത്താവേ ഇന്ന് പകലിൽ ഞാൻ നടക്കേണ്ടുന്ന വഴി ഏതാണ്, എങ്ങനെയാണ് എന്ന് ദൈവത്തോട് നീ ചോദിച്ച് എഴുന്നേൽക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, നിന്റെ വഴിയിൽ ദൈവാത്മാവ് കൂടെ ഇരിക്കുവാനിടയായി തീരും. അതാണ് അവിടെ വായിച്ച അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. ഇപ്പൊ ശുഭകരമായ ഒരു വഴി നടത്തപ്പെടണമെങ്കിൽ, നീ പോകുന്ന യാത്രയിൽ നിന്റെ കാര്യങ്ങൾ നിറവേറണമെങ്കിൽ, മനുഷ്യന്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കരുത്, മറ്റുള്ളവരുടെ ആലോചനയ്ക്ക് ചെവി കൊടുക്കരുത്. നിന്നെ അറിയുന്ന സർവശക്തനായ ദൈവത്തിന് നീ ചെവി കൊടുത്ത ആലോചന ചോദിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നു എങ്കിൽ, നീ ഏത് വിഷയത്തിന് ഇറങ്ങിത്തിരിക്കുന്നു ആ വിഷയത്തിന് ദൈവം വിജയം നൽകി തരുവാനിടയായിത്തീരും. ആ വിജയം പ്രാപിക്കുവാൻ വിജയം നൽകിത്തരുന്ന സർവശക്തനായ ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.